ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലിനെ കുറിച്ചിട്ടാണ്. സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലിൽ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനാലിസിസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ആദ്യം സ്വയം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ശക്തിയും ബലഹീനതയും വിശകലനം ആരംഭിക്കുന്നത്. ഇത് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ചില പദങ്ങൾ ആദ്യം മനസ്സിലാക്കാം. സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ ഒരു അനാലിസിസ് നടത്തുക. അപ്പോൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നമ്മുടെ കഴിവുകളും കഴിവ് കുറവുകളും അത് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതിനാണ് സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡെഫിനിഷൻ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ടേംസ്. അതിൽ സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലിൽ വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടേംസിൽ ഒന്നാണ് ബിലീഫ്. ബിലീഫ് ഈസ് എ ഫീലിംഗ് ഓഫ് സെർട്ടനിറ്റി ദാറ്റ് സംതിങ് എക്സിസ്റ്റ് ആൻഡ് ഈസ് ട്രൂ, especially one without proof. For example, one's belief in a friendship or superstition. അത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ബിലീഫ് എന്നാണ്. അപ്പോൾ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്ന് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുക. അപ്രകാരം വിശ്വസിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിനാണ് ബിലീഫ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പല റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും, സുഹൃബന്ധം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട്ഷിപ്പിൽ അന്ധമായ ഒരാളെ വിശ്വസിക്കുക. അത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ്. അത് സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അത് വിശ്വാസം മാത്രമാണ്. പിന്നെ ഒന്നുള്ളത് വാല്യൂസ് എന്നാണ്. വാല്യൂസ് ആർ പ്രിൻസിപ്പിൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ, വൺസ് ജഡ്ജ്മെൻറ്റ് ഓഫ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. They have a major influence on a person's behavior and attitude and serve as broad guidelines in all situations. അതായത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ വില നൽകുന്ന ചില മൂല്യങ്ങളുണ്ടായിരിക്കും. എന്ത് കാര്യത്തിനാണ് വില നൽകുന്നത്? ചിലവർ സത്യസന്ധതയ്ക്കായിരിക്കും, ഓണസ്റ്റിക്കായിരിക്കും വില കൊടുക്കുന്നത്. ചിലർക്ക് സിൻസിയറിറ്റിക്കായിരിക്കും വില കൊടുക്കുന്നത്. ചിലർ ഹാർഡ് വർക്കായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. ഒരു ജീവിതത്തിലൊരു മൂല്യം കൊടുക്കാനായി ഒരു മൂല്യം ഉണ്ടായിരിക്കും. സം കോമൺ ഗുഡ് വാല്യൂസ് ആർ ഓണസ്റ്റി, ഇക്വാലിറ്റി. ചിലർ സമത്വത്തിനായിരിക്കും, സമത്വം അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. ചിലർ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, സാമൂഹികമായ ഇടപെടലുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതെല്ലാം ഡിപ്പെൻഡ്സ്, ഓരോരുത്തരെയും അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ വരുന്ന ലൈക്ക്, ഇഷ്ടാനിഷ്ടങ്ങൾ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും. ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല മറ്റുള്ളവരുടെ ഇഷ്ടം. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അല്ലേ? ഇറ്റ് സിംപ്ലി മീൻസ് തിങ്സ് യു എൻജോയ് ഓർ ലവ് ഡൂയിങ്. ഫോർ എക്സാമ്പിൾ, സോൾവിങ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഓർ പ്ലേയിങ് എ സ്പോർട്ട്. ചിലർക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വളരെ ഒരു ഹരം പിടിച്ച മാതിരി ഇന്ന് ചെയ്യും. അതേസമയം ചിലർക്ക് എന്തായിരിക്കും, സ്പോർട്സ് കളിക്കുക, പ്ലേയിങ് അല്ലെങ്കിൽ അത്ലറ്റ് കളിക്കുക, അതായിരിക്കും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇഷ്ടങ്ങൾ ഓരോരുത്തർ. അതുപോലെ അനിഷ്ടം, ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ലൈക്ക്. ഇഷ്ടമില്ലാത്തതിനാണ് അനിഷ്ടം, ഡിസ്ലൈക്ക് എന്ന് പറയുന്നത്. യു ഡിസപ്രൂവ് ഇറ്റ് ഓർ ഡു നോട്ട് എൻജോയ് ഡൂയിങ് ഇറ്റ്. അതായത് നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത, തീരെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡിസ്ലൈക്ക് ടുവേർഡ്സ് സംവൺ ഹൂ ഡസൻ ട്രീറ്റ് പീപ്പിൾ ഈക്വലി. ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാത്തവരെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല, ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ വരുന്ന ഒരു ടേമാണ് ഒപ്പീനിയൻ. ഇറ്റ് മീൻസ് എ വ്യൂ ഓർ ജഡ്ജ്മെൻറ്റ് ഫോംഡ് അബൌട്ട് സംതിങ് ഓർ നോട്ട് നെസസറിലി ബേസ്ഡ് ഓൺ ഫാക്ട്. ഫോർ എക്സാമ്പിൾ, ആൻ ഒപ്പീനിയൻ അബൌട്ട് സമ്മൺസ് കരിയർ ചോയ്സ്. പിന്നെ വരുന്ന അഭിപ്രായമാണ്. നമുക്ക് എന്തിനെങ്കിലും കുറിച്ചുള്ള അഭിപ്രായം. അത് ചിലപ്പോൾ അത് ഒരു വസ്തുതയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കില്ല, പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലടിഞ്ഞു കൂടിഞ്ഞിരിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് രൂപപ്പെടുന്ന ഒരു വ്യൂ ആണ്. ഉദാഹരണത്തിന്, ആരെങ്കിലും കരിയർ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം, കരിയർ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം. അടുത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺസ് എക്സ്പീരിയൻസസ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ബാക്ക്ഗ്രൗണ്ട് മേ എമേർജ് ഫ്രം ടൈപ്പ് ഓഫ് ചൈൽഡ്ഹുഡ്, എഡ്യൂക്കേഷൻ ഓർ ടൈപ്പ് ഓഫ് ഫാമിലി എക്സെട്ര. അതായത് നമ്മുടെ ഓരോരുത്തരെയും പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ, പരിശീലനം, വിദ്യാഭ്യാസം എന്നിവ സൂചിപ്പിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട്. ഓരോരുത്തർക്കും വളർന്നു വന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, അതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ വിദ്യാഭ്യാസം, എന്താണ് വിദ്യാഭ്യാസം, അതുപോലെ എന്തൊക്കെ ട്രെയിനിങ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അവരുടെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്.
കുട്ടിക്കാലം വിദ്യാഭ്യാസം അല്ലെങ്കിൽ തരം അല്ലെങ്കിൽ കുടുംബ മുതലായവയിൽ നിന്ന് പശ്ചാത്തലം ഉയർന്നു വന്നേക്കാം. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ്, നമ്മൾ ജനിച്ചു വരുന്ന സാഹചര്യം, നമ്മുടെ വീടുകൾ, നമ്മുടെ കോണ്ടാക്റ്റ് പേഴ്സൺസ്, ഇവരെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അടുത്ത വരുന്നത് ഐഡൻറ്റിറ്റി. Identity is a set of behavioral or personal characteristics by which an individual is recognizable as a member of a group. Identity emerges from citizenship, religion, or caste of a person. Your identity is the sum of your opinions, beliefs, values, likes, dislikes, religion, etc. It is important to know who you are because only then can you measure your strength and weakness. അതായത് ഒരു ഗ്രൂപ്പിലെ അംഗമായ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുന്ന പെരുമാറ്റം അല്ലെങ്കിൽ വ്യക്തിഗത സവിശേഷതയുള്ള ഒരു കൂട്ടമാണ് വ്യക്തിത്വം, അല്ലേ? ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടായിരിക്കും, ഓരോരുത്തരുടെ സ്വഭാവം സവിശേഷതകളുണ്ടായിരിക്കും. ഒരു വ്യക്തിയുടെ പൗരത്വം, നാഷണാലിറ്റി, അതുപോലെ മതം, ജാതി എന്നിവയിൽ നിന്ന് വ്യക്തിത്വം ഉയർന്നു വന്നേക്കാം, അല്ലേ? നമുക്ക് ആ വ്യക്തിത്വം കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ ഓരോ റീജിയനിലുള്ളവർക്ക് ഓരോ വ്യക്തിത്വം ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ മതത്തിലുള്ളവർക്ക് അവരൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും, ജാതി അവരുടെ വ്യക്തിത്വം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ മുതലായവയുടെ ആകെത്തുകയാണ്. നിങ്ങൾ ആരാണെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. കാരണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ ശക്തിയും ബലഹീനതയും അളക്കാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിത്വം, പൗരത്വം എന്താണ്, മതം, ജാതി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളും അതുപോലെ ബലഹീനതയെല്ലാം നിങ്ങൾക്ക് തന്നെ മെഷർ ചെയ്യാൻ പറ്റും. Knowing yourself. Knowing yourself means understanding who you are, what you like, what you dislike, what your beliefs, what are your opinions, what is your background, what do you do well and what do you not well. It is important to know who you are because only then you can measure your strength and weakness. അപ്പോൾ സെൽഫ് അവയർനെസ്സിൽ നമുക്ക് ചില ടേംസ് പറഞ്ഞു. അപ്പോൾ ഈ ടേമുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. നിങ്ങളുടെ ഇതിനോടനുബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അണ്ടർസ്റ്റാൻഡിങ് ഹൂ യു ആർ, നിങ്ങൾ ആരാണ്, വാട്ട് യു ലൈക്ക്, നിങ്ങളുടെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തെല്ലാം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണ്, നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. ദെൻ ഇമ്പോർട്ടൻറ്റ് ടു നോ ഹൂ യു ആർ ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ബലഹീനതകളും അതുപോലെ ശക്തിയും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൂ ആം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അതായത് ബിലീഫ്സ്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ അനിഷ്ടങ്ങൾ, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, കുടുംബ പശ്ചാത്തലം, നിങ്ങളുടെ വാല്യൂസ്, നിങ്ങൾ എന്തിന് വാല്യൂ കൊടുക്കുന്നു, ഇതാണ് നിങ്ങളുടെ സെൽഫ് ഇവാലുവേഷനിൽ വരുന്നത്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനാലിസിസ്. നമുക്ക് എങ്ങനെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനാലിസിസ് നടത്താം? It actually means knowing our inner strengths, hidden talents, skills and even weakness. അതായത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ കഴിവുകൾ, സ്കിൽസ്, ടാലൻസ്, അഭിരുചികൾ, ദെൻ നിങ്ങളുടെ ശക്തി എന്താണ്, ഇന്നർ സ്ട്രെങ്ത്, ആൻഡ് ഈവൻ നിങ്ങളുടെ വീക്ക്നെസ്സും, നിങ്ങളുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്, ഇത് അറിയുക എന്നുള്ളതാണ് ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്ത് ഓർ എബിലിറ്റീസ് are what one does well and is good at. Everybody has some strengths. For example, a person is good at solving maths problem or play cricket well, etc. അപ്പോൾ ഓരോരുത്തർക്കും ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ശക്തി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് പഠിക്കുന്നതിന് കഴിവായിരിക്കും, ചിലർക്ക് കളിക്കുന്നതിനുള്ള കഴിവായിരിക്കും. വീക്ക്നെസ് ഓൾസോ നോൺ ആസ് ഏരിയ ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആർ വാട്ട് വൺ ഡസ് നോട്ട് ഡു വെൽ ആൻഡ് ഈസ് നോട്ട് ഗുഡ് അറ്റ്. Everybody has some weakness too. For example, a person cannot wake up on time or is not able to cope up with the pressure, etc. അതായത് അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ശക്തിയോടൊപ്പം തന്നെ അവർക്ക് അതിന് ബലഹീനതയും കാണും. പല കാര്യങ്ങളും അവർ ബലഹീനരായിട്ടുള്ള ആൾക്കാരാണ്. അതായത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ നന്നായി ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് വേഗം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളൊരു ക്വാളിറ്റി അത് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അത് അവരൊരു വീക്ക്നെസ്സാണ്, രാവിലെ എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റീസ്. ഇനി ഇൻട്രസ്റ്റും എബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? താല്പര്യങ്ങൾ ഒന്ന്, അതുപോലെ ആസ്വദിക്കുന്ന വേറൊന്നാണ്. ഇൻട്രസ്റ്റ് ആർ ഹൈ
തിങ്സ് ദാറ്റ് വി എൻജോയ് ഡൂയിങ്. ഒരാൾ ചെയ്യുന്നത് ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് താല്പര്യങ്ങൾ. ഇൻട്രസ്റ്റ് ക്യാൻ ബി ആക്ടിവിറ്റീസ് യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം ദാറ്റ് മേക്സ് യു ഹാപ്പി. Activities you are curious about or would do even if no one asks you to do. Activities you want to learn or would like to do in the future. ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വിത്തൗട്ട് എനി കമ്പൽഷൻ, ആരുടെയും പ്രേരണ കൂടാതെ നിങ്ങൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആ ചെയ്യുന്നതിൽ വളരെ ക്യൂരിയസ് ആയിരിക്കും. അങ്ങനെ അത്തരം കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒഴിവ് സമയങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളും താല്പര്യങ്ങൾ. നിങ്ങൾക്ക് ജിജ്ഞാസയുള്ള അല്ലെങ്കിൽ ആരും നിങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭാവി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനൊക്കെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. എന്നാൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ പൊസിഷൻ സ്കിൽ ടു ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യാനുള്ള വൈദഗ്ധ്യമാണ്. എബിലിറ്റി ഉണ്ടായിരിക്കും, ചിലർക്ക് കഴിവുണ്ടായിരിക്കും, പക്ഷേ അവർ പ്രയോഗിക്കില്ല. മനസ്സിലായോ? അതാണ് എബിലിറ്റി. പല കഴിവുകളുണ്ടായിരിക്കും, പക്ഷേ അതൊന്നും പ്രയോഗിക്കാതെ വെറുതെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അതേസമയം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് താല്പര്യമുള്ള മേഖലകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് ഈ ഇൻട്രസ്റ്റും എബിലിറ്റിയും തമ്മിൽ മാച്ച് ചെയ്തിട്ട് വരും. അങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എന്താണ് വണ്ടർഫുൾ റിസൾട്ടായിരിക്കും അല്ലേ. ഇൻ ദോസ് കേസ് യു ക്യാൻ ഐദർ ഇംപ്രൂവ് യുവർ എബിലിറ്റീസ് ഓർ ഫോളോ സം അതർ പാത്ത്. ഫോർ എക്സാമ്പിൾ, യു മേ ലൈക്ക് ക്രിക്കറ്റ് ബട്ട് യു മേ നോട്ട് be good at playing the game. In that case, just play for fun but do not aim for a career in cricket. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷേ വളരെ എബിലിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്രിക്കറ്റ് കളിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ അത്ര കളിക്കാൻ ഏബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോർ ഫൺ, വെറുതെ തമാശയ്ക്ക് ടൈം പാസിന് വേണ്ടി കളിക്കാം, പക്ഷേ അതൊരു കരിയറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കളിക്കുന്നത് വളരെ ടൈം വേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത വരുന്നത് ഗ്രൂമിങ്. Dressing refers to clothes you wear. Grooming is a process of making yourself look neat, tidy and clean. The way you dress and groom can send a message that you are confident and smart. Grooming is important because it helps us to look neat and clean, feel confident about ourselves, make a good impression of ourselves on others, including customers. ഇപ്പോൾ ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡ്രസ്സിങ്ങിനെ സംബന്ധിക്കുന്നതാണ് ഗ്രൂം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഡ്രസ്സാണ് ധരിക്കുന്നത്, അഥവാ നീറ്റ് ആൻഡ് ടൈഡി ക്ലീൻ ആണോ, അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് നമ്മൾ കോൺഫിഡൻസ്, സ്മാർട്ട്നെസ് ഒക്കെയാണ് അത് നമ്മളെ ആ മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. ഗ്രൂമിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഗ്രൂമിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ നീറ്റായിട്ട് അതുപോലെ ക്ലീനായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് തരും, മറ്റുള്ളവരുടെ മേൽ കോൺഫിഡൻസ് തരും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ നമ്മുടെ വെൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇനി ഒരു ഡ്രസ്സിങ് ആൻഡ് ഗ്രൂമിങ്ങിന് ഗൈഡ് ലൈൻസ്, നമ്മളെങ്ങനെ നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ക്ലോത്ത്, എങ്ങനെയാണ് ക്ലോത്ത് ധരിക്കേണ്ടത്. വെയർ ക്ലീൻ, നീറ്റ് ആൻഡ് അയേൺഡ് ക്ലോത്ത്സ്. കഴുകി തേച്ച് നീറ്റായിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട്. കീപ്പ് ഷൂസ് ക്ലീൻ ആൻഡ് പോളിഷ്ഡ്. നമ്മളിപ്പോൾ ധരിക്കുന്ന ഷൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് പോളിഷ് ചെയ്തിട്ട് വെച്ചിരിക്കണം. ദെൻ ചേഞ്ച് സോക്സ് എവറി ഡേ ആൻഡ് ഓൾവേസ് വെയർ ക്ലീൻ സോക്സ്. സോക്സ് ധരിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി അത് ചേഞ്ച് ചെയ്യണം. കീപ്പ് ആക്സസറീസ് ലൈക്ക് ബെൽറ്റ്, ജ്വല്ലറി എക്സെട്ര സിംപ്ലർ ആൻഡ് നോട്ട് ഫ്ലാഷി. അപ്പോൾ നമ്മൾ ധരിക്കുന്ന ബെൽറ്റ്, അങ്ങനെ ജ്വല്ലറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആൻഡ് ഫ്ലാഷി ആയിരിക്കണം. ദെൻ അവോയ്ഡ് ഷോയിങ് ബോഡി ടാറ്റൂസ് ആൻഡ് പിയേഴ്സിങ്. നമുക്ക് ബോഡി ടാറ്റൂസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഹെയർ എങ്ങനെ ചെയ്യണം. കോംബ് ഹെയർ നീറ്റ്ലി. നമ്മളെപ്പോഴും മുടി ചീകി നീറ്റായിട്ട് വെച്ചിരിക്കണം. വാഷ് ഹെയർ റെഗുലർലി ടു കീപ് ഇറ്റ് ക്ലീൻ. ഇടയ്ക്കിടയ്ക്ക് കഴുകി സൂക്ഷിക്കണം. ഗെറ്റ് ഹെയർ കട്ട് റെഗുലർലി. മുടിയെല്ലാം വെട്ടി ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വെയർ സിമ്പിൾ ഹെയർ സ്റ്റൈൽസ്. സിമ്പിൾ ഹെയർ സ്റ്റൈലായിരിക്കണം യൂസ് ചെയ്യണത്. ഇനി വരുന്നത് ഫേസ് ആണ്. ഫേസ് വരുമ്പോൾ വാഷ് ഫേസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് വൈപ്പ് ടു കീപ് ഇറ്റ് നോൺ ഓയിലി. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകി എണ്ണമയമില്ലാതെ സൂക്ഷിക്കുക. ദെൻ ബ്രഷ് റെഗുലർലി ടു കീപ് ടീത്ത് ക്ലീൻ വിത്തൗട്ട് എനി സ്ട്രെയിൻസ് ആൻഡ് നോ ഫുഡ് സ്റ്റക്ക് ഇൻ ദം. ഇനി നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്ത് ക്ലീനായിട്ട് സൂക്ഷിക്കണം. ഡു നോട്ട് ച്യൂ പാൻ ഓർ ഗം. ബോയ് ഷുഡ് ബി ക്ലീൻ ഷേവൻ ഓർ വിത്ത് നീറ്റ്ലി ട്രിംഡ്
ബേഡ് ഓർ മോസ്റ്റേക്ക്, അതായത് മീശയും താടിയൊക്കെ പഠിച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം ബോയ്സ് നടക്കാനായിട്ട്. ആൻഡ് ഗേൾസ് ടു വെയർ നോ ഓർ സിമ്പിൾ മേക്കപ്പ്, അതായത് സിമ്പിൾ മേക്കപ്പ് ഗേൾസിനെ പറയുന്നത് സിമ്പിൾ മേക്കപ്പ് ഇട്ടിട്ട് വേണം വരാനായിട്ട്, അങ്ങനെയാണ് പറയുന്നത്. ഇനി വ്യക്തിത്വ ശുചിത്വം, അതായത് പേഴ്സണൽ ഹൈജീൻ. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട വ്യക്തിത്വ ശുചിത്വം. Personal hygiene is a habit or practice of keeping ourselves clean. Cleanliness helps us to maintain our health and well-being. Being healthy allow you to be regular at school, college or work. അതായത് നമ്മൾ എന്താണ് നമ്മുടെ ശരീരം എപ്പോഴും ക്ലീനായിട്ട് ശുചിയോട് കൂടിയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ എന്താണ് ആരോഗ്യം നിലനിർത്താനും നമുക്ക് എന്താണ് ശുചിത്വം കാത്തു സൂക്ഷിക്കുന്നതിലൂടെ സാധിക്കും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് us സ്റ്റേ ഹെൽത്തി, അല്ലേ? നമ്മൾ ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നതിന് നമ്മൾ ശുചിത്വം അത്യാവശ്യമാണ്. ദെൻ ക്രിയേറ്റ്സ് എ ഗുഡ് ഇമേജ് ഓഫ് ourselves. മറ്റുള്ളവരിൽ നമുക്ക് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ശുചിത്വം പാലിക്കേണ്ടതാണ്. ദെൻ helps us avoid feelings ashamed in public due to one bad breath, body odor, etc. അതായത് നമുക്ക് സമൂഹത്തിൽ നമുക്ക് ബാഡ് ബ്രെത്ത്, വായനാറ്റം, അതുപോലെ തന്നെ ബോഡി ഓഡർ, ദുർഗന്ധം, ഇതെല്ലാം വമിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശം ആണ്, മറ്റുള്ളവർ മോശം ഇമേജ് സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതെല്ലാം ഒഴിവാക്കി വ്യക്തിത്വ ശുചിത്വം വളരെയധികം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 3 steps ടു പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ സൂക്ഷിക്കുക, വ്യക്തിത്വ ശുചിത്വം സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ 3 സ്റ്റെപ്സാണ്. ഒന്ന്, കെയർ ഗ്രൂമിങ്. കീപ് യുവർ ഹെയർ ഫ്രീ ഓഫ് ഡാൻഡ്രഫ്, അതായത് മുടിയിൽ താരനൊന്നും ഇല്ലാതെ സൂക്ഷിക്കുക. അപ്ലൈ ഓയിൽ ക്രീം ഓൺ യുവർ സ്കിൻ ആസ് നീഡഡ്, നമ്മുടെ ശരീരത്തിൽ ക്രീമോ അല്ലെങ്കിൽ എണ്ണയോ ആവശ്യത്തിന് ഉപയോഗിക്കുക. ബ്രഷ് യുവർ ടീത്ത് ഡെയിലി, പല്ല് തേക്കുക. ചേഞ്ച് യുവർ ടൂത്ത് ബ്രഷ്, ഇടയ്ക്കിടയ്ക്ക് ടൂത്ത് ബ്രഷും ചേഞ്ച് ചെയ്യുക when it is worn out. Keep your nails trim, cut your nails regularly, നഖം വെട്ടുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ശുചിത്വത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ വാഷ് സ്റ്റേ ക്ലീൻ. വാഷ് യുവർ ഹാൻഡ്സ് ആസ് മെനി ടൈംസ് ആസ് നീഡഡ്. ഇപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് വെൻ ഡേർട്ടി എക്സെട്ര. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ കോവിഡ് സാഹചര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്യുന്നത് നമുക്ക് ശീലമായിട്ടുണ്ട്. ടേക്ക് എ ബാത്ത് എവറി ഡേ, ഡെയിലി നമ്മൾ കുളിക്കണം. വാഷ് യുവർ ക്ലോത്ത്സ് റെഗുലർലി, നമ്മുടെ ഡ്രസ്സ് റെഗുലറായിട്ട് നമ്മൾ കഴുകണം. വാഷ് യുവർ ഹെയർ അറ്റ്ലീസ്റ്റ് വൺസ് എവറി സെക്കൻഡ് ഡേ, 2 ദിവസം ഒരിക്കൽ നമ്മൾ നമ്മുടെ മുടി എപ്പോഴും വൃത്തിയായി കഴുകി സൂക്ഷിക്കണം. വാഷ് യുവർ ഫീറ്റ് ഓഫൺ, കാല് കഴുകണം. ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ് ഇഫ് യു ആർ സ്വെറ്റി ഓർ ഡേർട്ടി, 2 നേരം നമ്മൾ കുളിക്കണം. ദെൻ അവോയ്ഡ് കീപ് ഹെൽത്തി. അവോയ്ഡ് അൺഹൈജീനിക് ഫുഡ്, ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അൺഹൈജീനിക്, വൃത്തിയില്ലാത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബ്ലോ യുവർ നോസ് ഓർ കഫ് ഇൻ ടു എ ഹാൻഡ് കർച്ചീഫ് ടു അവോയ്ഡ് സ്പ്രെഡിങ് ജേംസ്. നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ മൂക്ക് പിഴിയുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാം. വാഷ് യുവർ ഹാൻഡ് കർച്ചീഫ് ആഫ്റ്റർ യൂസ്, അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴുകി സൂക്ഷിക്കണം. ദെൻ കീപ് യുവർ ഫീറ്റ് ഡ്രൈ ആൻഡ് ചേഞ്ച് യുവർ സോക്സ്. എപ്പോഴും കാല് വൃത്തിയായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ സോക്സ് ചേഞ്ച് ചെയ്യാൻ ഡെയിലി അത് ചേഞ്ച് ചെയ്യാൻ സൂക്ഷിക്കണം. ദെൻ എസെൻഷ്യൽ സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിങ്ങിൽ വേണ്ട എസെൻഷ്യൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, റബ്ബ് പാംസ് ടുഗദർ, 2 കൈകളും കൂട്ടി തിരുമ്മ. ഫസ്റ്റ് വൺ ടീം വർക്ക്. ഒന്ന് ടുഗദർ, ടി. അത് കഴിഞ്ഞ് everyone, AHUM, more. അപ്പോൾ ഇവിടെ റബ് ദ ബാക്ക് ഓഫ് ബോത്ത് ഹാൻഡ്സ്, 2 കൈപ്പത്തിയുടെയും പുറകുവശം നന്നായി റബ്ബ് ചെയ്യുക, തിരുമുക. ദെൻ ഇൻട്രാക്ട്സ് ഫിംഗേഴ്സ് ആൻഡ് റബ് ഹാൻഡ്സ് ടുഗദർ, പിന്നെ വിരലുകൾക്കിടയിൽ കഴുകുക. ദ ഇൻ്റർലോക്ക്, 2 കൈകളും തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്യുക. റബ് തമ്പ്, പിന്നെ എന്താണ് തമ്പ് നന്നായിട്ട് റബ്ബ് ചെയ്യുക. ദെൻ റബ്ബ് ഫിംഗർ ടിപ്സ് നന്നായിട്ട് റബ്ബ് ചെയ്യുക. ദെൻ റബ്ബ് ബോത്ത് റിസ്റ്റ് ഇൻ എ റൊട്ടേറ്റിംഗ് മാനർ, അതുപോലെ തന്നെ റിസ്റ്റ് 2ഉം റബ്ബ് ചെയ്യുക, റൊട്ടേറ്റിംഗ് മാനറിൽ റബ്ബ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 7 സ്റ്റെപ്പുകളാണ് ഹാൻഡ് വാഷിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിലൊരു ടീം വർക്കായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എ ടീം ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടുവേർഡ്സ് അച്ചീവിങ് എ കോമൺ ഗോൾ. എവറി ടീം ഹാസ് എ സെറ്റ് ഓഫ് ഗോൾസ് ടു അച്ചീവ്.
The process of working together in a group is teamwork. Every individual in a team plays an important role. Each individual in the team is called a team member. Every team member needs to understand his or her role in the team. Then benefits of teamwork. എന്താണ് ടീം വർക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? പിന്നെ എല്ലാവർക്കും ഒരു ടീമിൽ പങ്കുണ്ട്. ഒരു ടീമിൽ എല്ലാവർക്കും എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതിനാൽ വിജയിക്കാനുള്ള സമ്മർദ്ദം ഒരു വ്യക്തിയിലല്ല, എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ്. ഒരു ടീം അംഗം ചെയ്യുന്ന ഏത് തെറ്റും പരിഹരിക്കാൻ എല്ലാ ടീം അംഗങ്ങളും സഹായിക്കുന്നതിനാൽ ഇതൊരു പിന്തുണ സിസ്റ്റം ഉണ്ടായിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ മേൽ മാത്രം പഴിച്ചാരിയിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല. എല്ലാവരും ഒരുപോലെ അതിൽ ഉത്തരവാദികളാണ്. ടീം വിജയം നേടുകയും അത് നിങ്ങളെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. ജോലി വേഗത്തിൽ പൂർത്തിയാക്കാം. നെറ്റ്വർക്കിംഗ് സ്കിൽസ്. നെറ്റ്വർക്കിംഗ് ആളുകളെ അറിയുക, കാലക്രമേണ അവരുമായി സമ്പർക്കം പുലർത്തുക, അവരുടെ അറിവ് നൈപുണ്യം ഒരു പാർട്ടികളെയും സഹായിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. നെറ്റ്വർക്കിംഗ് കഴിവുകളിൽ വളരെ പ്രധാനപ്പെട്ട 2 കഴിവുകൾ ഉൾപ്പെടുന്നു. ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചിന്തനീയമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടെ കേൾക്കുന്നത് മറ്റു വ്യക്തി പറയുന്നതിന് നിങ്ങൾ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. ചിന്തനീയമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ മറ്റു വ്യക്തി അഭിപ്രായത്തിൽ താല്പര്യമുണ്ടെന്നും ഇതൊരു ബന്ധത്തിൽ വിശ്വാസം വളർത്താൻ സഹായിക്കുന്നുവെന്നും കാണിക്കുന്നു. അത് നെറ്റ്വർക്കിംഗ് കൊണ്ടുള്ള ഗുണങ്ങളാണ്. നെറ്റ്വർക്കിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് കഴിയുന്ന വിശ്വസ്തരായ ചങ്ങാതിമാരെ സൃഷ്ടിക്കാൻ നെറ്റ്വർക്കിംഗ് നിങ്ങളെ സഹായിക്കുന്നു. വൈദഗ്ധ്യവും കഴിവുകളും പങ്കിടുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ പിന്തുണ തേടുന്നു. ഇതൊക്കെ നെറ്റ്വർക്കിംഗ് കൊണ്ടുള്ള ഉപകാരങ്ങളാണ്. അറിയിക്കുകയും പുതിയ അവസരങ്ങളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. പിന്നെ ഹൗ ടു ബിൽഡ് നെറ്റ്വർക്കിംഗ് സ്കിൽസ്. നെറ്റ്വർക്കിംഗ് സ്കിൽസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? നെറ്റ്വർക്കിംഗ് സ്കിൽസിന് 6 സ്റ്റെപ്സാണ് അതിനുള്ളത്. ടു ഹെൽപ്പ് യു ബിൽഡ് യുവർ നെറ്റ്വർക്കിംഗ് സ്കിൽസ്. 6 സ്റ്റെപ്പാണ് നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. 1 കൺവേഴ്സ്, ദെൻ ഓപ്പൺ അപ്പ്, ദെൻ നെറ്റ്വർക്ക് സ്മാർട്ട്ലി, ദെൻ എൻഗേജ്, കമ്മ്യൂണിക്കേറ്റ് റെഗുലർലി, ടെൽ. അതായത് കൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായൊരു പെരുമാറ്റം നടത്തുക, അത് അറിയാൻ താല്പര്യം കാണിക്കുക, അത് മറ്റ് സാധാരണ കാര്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുക, ഉപയോഗപ്രദമായ വിവരങ്ങൾ പങ്കിടുക, സമ്പർക്കം പുലർത്തുക, then അറിയാവുന്ന ഇവൻറ്റുകളെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് സെൽഫ് മോട്ടിവേഷനാണ്. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം പ്രചോദനം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സെൽഫ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വയം പ്രചോദനം എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സന്തോഷം അനുഭവിക്കാനും ജീവിത നിലവാരം ഉയർത്തുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്വയം പ്രചോദനമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരാളോ മറ്റോ ഇല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ്. നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയം തോന്നി നമ്മൾ മോട്ടിവേറ്ററായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി മോട്ടിവേഷൻസ് പലതരത്തിൽ മോട്ടിവേറ്റ് ചെയ്യാം. ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ. എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രൈസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുകയോ അങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യിക്കാം. സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതി, അതാണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതാണ്. ഇന്നത് പഠിച്ച് ടോപ്പ് മാർക്ക് വാങ്ങി കഴിഞ്ഞാൽ ഇന്ന അവാർഡ് കിട്ടും അല്ലെങ്കിൽ ഇന്ന പ്രൈസ് കിട്ടും. അപ്പോൾ അതിൽ മോട്ടിവേറ്റഡായിട്ട് കുട്ടികൾ പഠിക്കുക. ഇനി അതുകൂടാതെ ഇതൊന്നും ഇല്ലാതെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ, ഓരോരുത്തർക്ക് തനിച്ച് ഉള്ളിൽ തോന്നുന്ന ഒരു ആഗ്രഹം കൊണ്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക അല്ലെങ്കിൽ നല്ല പ്ലെയർ ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റീസ് ഓഫ് സെൽഫ് മോട്ടിവേറ്റഡ് പീപ്പിൾ. സ്വയം പ്രചോദിതരാകുന്ന മനുഷ്യരുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നോ വാട്ട് ദേ വാണ്ട് ഫ്രം ലൈഫ്. അപ്പോൾ അവർക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് നമുക്ക് നേടണം എന്നുള്ളൊരു ലക്ഷ്യമുള്ളവരായിരിക്കും അവർ. ദേ ആർ ഫോക്കസ്ഡ്. അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്തിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവരായിരിക്കും. ദേ നോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അവർക്ക് അറിയാവുന്നവരായിരിക്കും. ദെൻ ദേ ആർ ഡെഡിക്കേറ്റഡ് ടു ഫുൾഫിൽ ദെയർ ഡ്രീംസ്. അപ്പോൾ അവർ കാണുന്ന സ്വപ്നം അവർ നിറവേറ്റാനായിട്ട് വളരെ ഉത്സുകരായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ക്വാളിറ്റീസാണ് സെൽഫ് മോട്ടിവേറ്റഡ് പീപ്പിളിൽ കാണാറുള്ളത്. അപ്പോൾ അവർക്ക് വേറെ ആരെയും പിന്തുണയോ അല്ലെങ്കിൽ അവർ സപ്പോർട്ടോ
അല്ലെങ്കിൽ ഒന്നും അവർക്ക് ആവശ്യമില്ല. അവർ സ്വയം മോട്ടിവേറ്റഡായിട്ട് അവർക്ക് ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. ആ സ്വപ്നം നിറവേറ്റാനായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരത് ആ ലക്ഷ്യം നേടിയിരിക്കും. ഇനി ഈ സെൽഫ് മോട്ടിവേഷൻ എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം? നിങ്ങളുടെ ഇഷ്ടങ്ങളും മനുഷ്യങ്ങളും തിരിച്ചറിയാം. അതായത് നമുക്ക് സ്വയം മോട്ടിവേറ്റഡ് ആകാനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. എന്താണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നിർവചിക്കുക. ആ ഇഷ്ടം അനിഷ്ടം വെച്ചിട്ട് നമുക്ക് എന്ത് ലക്ഷ്യമാണ് നമുക്ക് മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരും. അത് നേടാൻ ഉള്ള ലക്ഷ്യം എന്താണെന്ന് അതിന് ഒരു ഡെഫിനേഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ കേന്ദ്രീകരിക്കുക. നമുക്ക് ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് ഫുൾഫിൽ ചെയ്യുന്നതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ. നമ്മളതിൽ കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിരിക്കും, നമ്മളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിനുശേഷം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സമയരേഖകൾ ആസൂത്രണം ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ലക്ഷ്യം മാത്രം ഉണ്ടായാൽ പോരാ, മാർഗം ശരിയാവണമെന്ന് പറഞ്ഞ ഒരു ചൊല്ലുണ്ട് അല്ലേ. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേടാനായിട്ട് നമ്മൾ അതിനുള്ള വഴികൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അതിനുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ എങ്ങനെ വെക്കണമെന്ന് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളൊരു പ്രയാസകരമായ സമയത്തെ അഭിമുഖീകരിക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായി പ്രവർത്തിക്കുക. ഇപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലും അതിന് പ്രതിബന്ധങ്ങൾ പലതും അതിനുള്ളിൽ കാണാം. അത് എത്ര പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അത് നേടുന്നതിനായിട്ട് നമ്മൾ സ്വയം ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയായാലും ആ ലക്ഷ്യം നേടിയിരിക്കും. ഇനിയിപ്പോൾ അടുത്ത് വരുന്നതാണ് ഗോൾ സെറ്റിംഗ്. എങ്ങനെയാണ് നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവ നേടാനുള്ള സമയപരിധിയുള്ള സ്വപ്നങ്ങളുടെ ഒരു കൂട്ടമാണ് ലക്ഷ്യങ്ങൾ. നമുക്ക് ഗോൾസ്, നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ ആ ടൈം ബൗണ്ടഡായിട്ട് അത് നടത്താനായിട്ടുള്ള ലക്ഷ്യം നേടാനുള്ള മാർഗ്ഗരേഖകൾ ആസൂത്രണം ചെയ്യുക. അതിനാണ് നമ്മൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ലിസ്റ്റ് ചെയ്യുന്നതിനും അവ എങ്ങനെ പൂർത്തിയാക്കാമെന്ന് ആസൂത്രണം ചെയ്യുന്നതിനാണ് ലക്ഷ്യ ക്രമീകരണം. അപ്പോൾ ലക്ഷ്യം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ നമ്മൾ രൂപരേഖ തയ്യാറാക്കുന്നതിനെയാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്കിത് ഗോൾ സെറ്റ് ചെയ്യാം? അതായത് സ്മാർട്ട്, വി ക്യാൻ യൂസ് എ സ്മാർട്ട് മോഡൽ ടു ഗെറ്റ് ഗോൾസ്. സ്മാർട്ട് എന്ന് പറഞ്ഞ അക്രോണിയം ആണ് നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്മാർട്ടിൽ നോക്കാം, സ്പെസിഫിക് വരുന്നുണ്ട്. സ്പെസിഫിക് മീൻസ് സംതിങ് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ക്ലിയർ, അതാണ് സ്മാർട്ട്. ദെൻ മെഷറബിൾ മീൻസ് സംതിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അളക്കാൻ പറ്റുന്നതായിരിക്കണം. അത് സ്മാർട്ടിൽ വരുന്നതാണ് അടുത്തത്. ദെൻ എ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ, നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്നതായിരിക്കണം. സംതിങ് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. Then realistic means something that is real and is applicable in our lives. നമുക്കത് യാഥാർത്ഥമായിരിക്കണം, അത് നമ്മുടെ ജീവിതത്തിന് ബാധകമായ ഒന്നായിരിക്കണം. Then time bound. Time bound means goal has to be completed within a certain fixed time. അതൊരു സമയം പരിധിക്കുള്ളിൽ തീർക്കണം. വെറുതെ ലക്ഷ്യമുണ്ടായാൽ പോരാ, അത് നമുക്കത് എപ്പോൾ അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ടൈം, അതിനെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അതായത് സ്പെസിഫിക് ആയിരിക്കണം, മെഷർ ചെയ്യാവുന്ന, അളക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം, അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ ടൈമിനുള്ളിൽ നമുക്ക് തീർക്കാൻ സാധിക്കുന്നതായിരിക്കണം. ഇനിയിപ്പോൾ ടൈം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ടൈം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ഈ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ പൂർത്തീകരിക്കാം അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കാം? അതിനാണ് ടൈം മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം മാനേജ്മെൻറ്റ് ഈസ് ദ എബിലിറ്റി ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ഹൗ യു സ്പെൻഡ് ദ അവേഴ്സ് ഓഫ് യുവർ ഡേ വെൽ ആൻഡ് ഡു ഓൾ ദാറ്റ് യു വാണ്ട് ടു ഡു. ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് പൂർത്തീകരിക്കാം, അതിന് വേണ്ടിയിട്ട് ടൈം സെറ്റ് ചെയ്യുന്നതിനാണ് ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം മാനേജ്മെൻറ്റ് ഈസ് ദ തിങ്കിങ് സ്കിൽ ദാറ്റ് ഹെൽപ്സ് യു ടു കംപ്ലീറ്റ് ടാസ്ക് ഓൺ ടൈം, മേക്ക് എ ഡെയിലി ടൈം ടേബിൾ, മേക്ക് എ ഗുഡ് ഗസ് അറ്റ് how long it will take you to do something, submit homework and assignments before or on time, not waste time during the day. അതായത് ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് തീർക്കാനുള്ള കാര്യങ്ങൾ സമയത്തിനുള്ളിൽ തീർത്തിരിക്കുക, അതിനുവേണ്ടി ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹോംവർക്ക് ആൻഡ് അസൈൻമെൻറ്റ്സ് എല്ലാം തന്നു കഴിഞ്ഞാൽ ബിഫോർ അല്ലെങ്കിൽ ഓൺ ടൈമിൽ കറക്റ്റ് ടൈമിൽ അത് തീർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു സമയം വേസ്റ്റ് ആകാതെ നമ്മൾ സൂക്ഷിക്കുക.
ടൈം മാനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്താൽ തന്നെ നമുക്ക് ആ ഫുൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത 4 steps ഫോർ ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ് ചെയ്യാനായിട്ടുള്ള ഫോർ ഇഫക്റ്റീവ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ഡിലേ ഓർ പോസ്റ്റ്പോണിങ് എനി പ്ലാൻഡ് ആക്ടിവിറ്റി. നമ്മൾ ഒരു കാര്യം നമ്മൾ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഡിലേ വരുത്താതെ തീർക്കാൻ ശ്രദ്ധിക്കുക. ഓർഗനൈസ് യുവർ റൂം ആൻഡ് സ്കൂൾ ഡെസ്ക്. ഡെവലപ്പ് എ നോ ഡിസ്റ്റർബൻസ് സോൺ വേർ യു ക്യാൻ സിറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായിരുന്ന് ചെയ്യുന്ന രീതി അനുവർത്തിക്കുക. ദാറ്റ് യൂസ് വെയിറ്റിംഗ് ടൈം പ്രൊഡക്റ്റീവ്ലി. വെയിറ്റിംഗ് ടൈം വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. ദെൻ പ്രിപ്പയർ എ ടു ഡു ലിസ്റ്റ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ദെൻ പ്രയോറിറ്റൈസ്. നമുക്ക് ഏതാദ്യം ചെയ്യണം, പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അതിൽ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിനനുസരിച്ചിട്ട് അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനനുസരിച്ച് ചെയ്യുക. റീപ്ലേസ് യൂസ്ലെസ് ആക്ടിവിറ്റീസ് വിത്ത് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ പല കാര്യങ്ങളും വെറുതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഒരു ഉപകാരമില്ലാതെ നോൺസെൻസ് ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നല്ല ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് റീപ്ലേസ് ചെയ്യുക, അതിനുള്ള സമയം മാറ്റി വയ്ക്കുക. ദെൻ 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓർഗനൈസ്, ദെൻ 2 പ്രയോറിറ്റൈസ്, ദെൻ 3 കൺട്രോൾ, ദെൻ 4 ട്രാക്ക്. അതായത് വി പ്ലാൻ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ആദ്യം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം അതിന് ഏതിന് ഇമ്പോർട്ടൻസ് വേണം എന്നുള്ള ആദ്യം തീരുമാനിക്കുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം, സെക്കൻഡ് പ്രയോറിറ്റി ഏതിന് കൊടുക്കണം, ആ രീതിയിൽ നമ്മൾ അത് ഓർഡർ ചെയ്യുക. അതിനുശേഷം വി ഹാവ് എ കൺട്രോൾ ഓവർ അവർ ആക്ടിവിറ്റീസ് ആൻഡ് ടൈം. നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിൽ തന്നെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ദെൻ വി ഐഡൻറ്റിഫൈ ആൻഡ് നോട്ട് വേർ വി ഹാവ് സ്പെൻഡ് അവർ ടൈം. നമ്മൾ എന്നിട്ട് ട്രാക്ക് ചെയ്യണം നമ്മുടെ സമയം എന്തിലാണ് കൂടുതൽ നമ്മൾ വിനിയോഗിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ സമയം കൂടുതൽ ചിലവായത്, അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരു അവബോധം ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ സമയം പിന്നീട് അതിന് നമ്മുടെ ട്രാക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ട്രാക്കിങ് നല്ലതാണ്. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് പിന്നീട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലിൽ പഠിക്കാനുള്ളത്.